തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ളക്ഷാമത്തിന് 4 ദിവസമായിട്ടും പരിഹാരമായില്ല. ഉച്ചയായിട്ടും മിക്കയിടത്തും കുടിവെള്ളം എത്തിയിട്ടില്ല. നഗരസഭയുടെ നേതൃത്വത്തിൽ ടാങ്കുകളിൽ വെള്ളം എത്തിക്കാനുള്ള ശ്രമം തുടരുന്നുണ്ട്. വൈകിട്ടോടെ പ്രശ്നം പരിഹരിക്കും എന്നാണ് മന്ത്രിമാർ നൽകിയിരുന്ന ഉറപ്പ്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി. ഉമേഷ്, ഈ വാൽവ് ശരിയാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഉച്ചയോടെ താൽക്കാലിക പരിഹാരമെങ്കിലും ഉണ്ടാകുമെന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ഒന്നുമായിട്ടില്ല. എന്താ ഈ നേരെയാക്കാനുള്ള ശ്രമം ഏത് ഘട്ടത്തിലാണ്? എന്തായാലും ഉച്ചയോടുകൂടി ഇപ്പോൾ ഒരു പകുതി വരെ ജോലി തീർന്നു എന്ന് പറയാം. പക്ഷേ മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞ സമയപരിധി അവസാനിക്കാൻ ഇനി 2.5 മണിക്കൂറാണുള്ളത്. ആ 2.5 മണിക്കൂർ കൊണ്ട് ഇത് പൂർണ്ണമായി പൂർത്തിയാക്കുമോ എന്നുള്ളതാണ് ഇനി സംശയം. എങ്കിലും ഒരു പരിധി വരെ, അതായത് ഇവിടെ ഒരു ടേണിംഗ് ആയിരുന്നു, ആ ടേണിംഗ് പൂർണ്ണമായി ഒരു പരിധി വരെ അത് പൂർത്തിയാക്കിയിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് ഒരു വാൽവ് ഉണ്ടായിരുന്നു. ആ വാൽവിൻ്റെ ചോർച്ചയാണ് ഇന്നത്തെ പമ്പിംഗ് നിർത്തിവെക്കാനും ഇവിടെ താൽക്കാലികമായ ഒരു ക്രമീകരണം ഒരുക്കാനും കാരണമായത്. എന്തായാലും ആ വാൽവ് ഇപ്പോഴും പുനഃസ്ഥാപിച്ചിട്ടില്ല. വാൽവ് വയ്ക്കാനുള്ള സ്ഥലത്തെ ആ ചോർച്ച പൂർണ്ണമായി അടച്ചുകൊണ്ടിരിക്കാനുള്ള നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കോർപ്പറേഷൻ അധികൃതർ ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. മേയർ ഇപ്പോൾ ഇവിടെ തുടർന്നിട്ട് 3 മണിക്കൂർ കഴിഞ്ഞു. മേയർ, ഇപ്പോൾ മന്ത്രി പറഞ്ഞ സമയം അടുക്കാറായി, 2.5 മണിക്കൂർ കൂടിയേ ഉള്ളൂ. ഇപ്പോൾ പണി തീരുമോ? ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ പൂർണ്ണമായി ഇവിടെ കേന്ദ്രീകരിച്ച് നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുന്നത് തന്നെ അത് കൃത്യമായി അത് മോണിറ്റർ ചെയ്യാനും അത് ഏകോപിപ്പിക്കാനും വേണ്ടിയാണ്. ഇപ്പോൾ ഇവിടെ ഈ കണക്ഷൻ കൂടി കഴിഞ്ഞാൽ ഇനി അവിടെ ഒരു വാൽവ് ഫിറ്റ് ചെയ്യുന്നത് മാത്രമാണ്. വേഗത്തിൽ പോകുന്നുണ്ട്. ഇത് സാങ്കേതികമായിട്ട് ഇത്രയും ഈ ജീവനക്കാർ, ഇത്രയും ആയിട്ടുള്ള തൊഴിലാളികൾ അവർ ഭക്ഷണം പോലും കഴിക്കാതെയാണ് നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതിനത്രയും എഫേർട്ട് നമ്മളെല്ലാവരും കൊടുക്കുന്നുണ്ട്. ഇത് പൂർണ്ണമായി ഇത് തീർന്നതിന് ശേഷം മേയർ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് 3 മണിക്കൂർ കഴിഞ്ഞു. തീർത്തിട്ടേ പോകുന്നു. അതെ, തീർത്തിട്ടേ പോകുന്നുള്ളൂ. ഡെപ്യൂട്ടി മേയറും ഉണ്ട്. എന്തായാലും മേയർ അടക്കമുള്ളവർ ഈ ജോലി കൃത്യമായി വാച്ച് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള വീഴ്ചകൾ വരുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം. എന്തായാലും നിലവിലും തലസ്ഥാന നഗരത്തിലെ 44 വാർഡുകളിലും ഇപ്പോഴും വെള്ളം എത്തിയിട്ടില്ല. രാവിലെ ഉണ്ടായിരുന്ന പമ്പിങ്ങിനെ തുടർന്ന് ചില പ്രദേശങ്ങളിൽ വെള്ളം ലഭിച്ചിരുന്നു. അതിപ്പോൾ കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പൊതു പൈപ്പുകളിലും ഇപ്പോൾ വെള്ളം ലഭിക്കുന്നില്ല. രാവിലെ തന്നെ എല്ലാവരും ഓടി പൊതു പൈപ്പുകളിലെല്ലാം വെള്ളമെടുത്ത് വീടുകളിലേക്ക് മാറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ വീടുകളിൽ നേരത്തെ തന്നെ വെള്ളം ലഭിക്കുന്നില്ല. പൊതു പൈപ്പുകളിലെ വെള്ളവും ഏകദേശം അവസാനിച്ചു. ഇനി മന്ത്രി പറഞ്ഞത് പ്രകാരം 4 മണിയോടുകൂടി ഈ പ്രവൃത്തിയെല്ലാം പൂർത്തിയാക്കി പമ്പിംഗ് പുനരാരംഭിച്ചാലും 5 മണിക്ക് മാത്രമേ ഇതിന് ഏറ്റവും അടുത്തുള്ള ഐരാണിമുട്ടത്തെ ടാങ്കിലേക്ക് വെള്ളം എത്തിക്കാൻ കഴിയൂ. അതുകൂടാതെ PTP മറ്റൊരു ടാങ്ക് കൂടിയുണ്ട്. ആ ടാങ്കിലും വെള്ളം എത്തിയാൽ മാത്രമേ പൂർണ്ണമായി വീടുകളിലേക്ക് വെള്ളം എത്തുന്ന രീതിയിലേക്കുള്ള കണക്ഷൻ ശരിയാവുകയുള്ളൂ. അല്ല എങ്കിൽ ഈ പ്രതിസന്ധി വീണ്ടും തുടർന്നു പോകും. നിലവിൽ ഈ ഒരു രീതി കണ്ടിട്ട് എന്തായാലും ഒരു 4 മണിക്ക് പൂർത്തിയാകാൻ സാധ്യത കുറവാണ്. കാരണം വാൽവ് വെക്കുന്ന സ്ഥലത്ത് ഇപ്പോഴും പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഈ ടേണിങ്ങിൽ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയായെങ്കിലും വാൽവ് വെക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. ആ വാൽവിലെ ചോർച്ച പൂർണ്ണമായി അടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്മൃതി, ശരി, പരിഹാരം അധികം വൈകില്ല എന്നുള്ള സൂചനകൾ ലഭിക്കുമ്പോഴും അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മേയർ അതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുകയും ചെയ്യുന്നു. വാൽവ് നേരെയാക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്.